നീ രോഹിത്തിനെ പ്രേമിച്ചിട്ട് വഞ്ചിച്ച് കടന്നു കളഞ്ഞത് ചതിയല്ലായിരുന്നോടി? പിന്നാലെ വന്ന ആ സാധുവിനെ അടക്കം 3 പേരെ കൊല്ലാൻ കാറിന്റെ ടയർ ഇളക്കി വെച്ചത് ചതിയല്ലേ? പായസത്തിൽ വിഷം കലർത്തി പ്രീതിയുടെ കുഞ്ഞിനെ കൊന്നതും ആ കുറ്റം വസുമതി ആന്റിയുടെ തലയിൽ ചാരി ജയിലിലാക്കിയതും ചതിയല്ലേ? എടീ, സത്യാമ്മയോട് സ്നേഹം കാണിച്ച് അവരുടെ മക്കളെയും മരുമക്കളെയും തമ്മിലടുപ്പിക്കുന്ന നീ സത്യാമ്മയെ മാത്രമല്ല സ്വന്തം മനസാക്ഷി കൂടി ചതിക്കല്ലേ? ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന നേരം വെളുക്കും. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ഉപകാരം ചെയ്യുന്ന നിനക്ക് തിരിച്ചൊരു കുഞ്ഞുപകാരം ചെയ്യണ്ടേ സുസ്മിതേ? ഈ കല്യാണം നടക്കും, ഞങ്ങൾ നടത്തും. ഒരിക്കൽ നീ പറഞ്ഞില്ലേ സുസ്മിതയുടെ അശ്വമേധം എന്നൊക്കെ? ആ കുതിരെ പിടിച്ചു കെട്ടാനുള്ള പോരാളിയാടി പടക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്ന. ഈ നീ തീർന്നു എന്നുള്ള ക്ലീഷേ ഡയലോഗ് ഒന്നും ഞാൻ പറയില്ല. പക്ഷേ ചെക്ക്മേറ്റാ സുസ്മിതേ നിന്റെ കുതിരയ്ക്ക്. ജീവിതകാലം മുഴുവൻ ഇടം വലം തിരിയാൻ പറ്റാത്ത തരത്തിലുള്ള കത്രിക പോട്ട്. കാത്തിരുന്ന് കണ്ടോ നീ? ഞാനിപ്പോ എവിടെയാ? ഇത് ഹോസ്പിറ്റലാ. അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾ കിടന്നോ? ഈ മുറി മുഴുവൻ എനിക്കായിട്ടാണോ? അതെ. അതിനൊക്കെ വലിയ ചെലവാവില്ലേ മോളെ? വല്ല ധർമാശുപത്രിയിൽ നോക്കിയാൽ മതിയായിരുന്നു. ആശുപത്രിയുടെ വലിപ്പമൊന്നും ആലോചിച്ച് ഭാനുമതിയമ്മ വിഷമിക്കണ്ട. ബില്ലടയ്ക്കുന്നത് ഞങ്ങളല്ലേ. എന്നാലും ചുമ്മാ കാശ് കളയില്ലേ മോളെ? ആ അത് പോട്ടെ, എനിക്ക് കിട്ടേണ്ട കുത്തല്ലേ നിങ്ങൾ വാങ്ങിച്ചെടുത്തേ. നിങ്ങൾക്കിപ്പോ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കണം. വേദനയുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എനിക്ക് വിശക്കുന്നു. ക്യാൻറ്റീനിൽ നിന്ന് കഞ്ഞി വാങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് വിശക്കുന്നുണ്ട്. ആ എന്നാ ഞാനൊന്ന് എടുത്തു തരാം. ഞാൻ കോരി തരണോ? വേണ്ട, ഇനി തന്നാ മതി.
എന്തു പറ്റിയതാ? നടക്കുന്നതിനിടെ ഭാനുമതിയമ്മ വീണു. വീണതൊരു കുപ്പിച്ചിലിന്റെ മുകളിലായിപ്പോയി. കുപ്പിച്ചിലിരുന്നത് ശ്യാമയുടെ കയ്യിലായിരുന്നു. എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് പിന്നെ എന്തിനാ ചോദിക്കുന്നത്? കാരണമുണ്ട്. ഒരു നിമിഷം പിഴച്ചിരുന്നെങ്കിൽ ഈ സ്ത്രീയുടെ സ്ഥാനത്ത് ഇപ്പൊ ഇവിടെ കിടക്കേണ്ടിരുന്നത് ഇയാളാ. അപ്പോഴും ഞാൻ വന്ന് നിൽക്കേണ്ടി വന്നേനെ ഇവിടെ. ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ സാറിനെ. ശാരികേ, അഹങ്കാരത്തിന് ഒരു പരിധിയുണ്ട്. ഈ സ്ത്രീ ഒരു പാവം, ആരും അന്വേഷിക്കാനില്ലാത്തൊരു സാധു. അതുകൊണ്ട് ഇവരാരോടും സത്യം തുറന്നു പറഞ്ഞില്ല എന്നിരിക്കും. പക്ഷേ ശ്യാമ ചെയ്തു കൂട്ടുന്നതിന്റെ പ്രത്യാഘാതങ്ങള് നിങ്ങൾക്കൊക്കെ ആലോചിക്കാവുന്നതിനപ്പുറമാണ്. കുപ്പിച്ചെല്ലും കത്രിയൊക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമുണ്ട് ഇവിടുത്തെ ഡോക്ടർമാർക്ക്. അവര് വിവരം അറിയിച്ചാ പോലീസുകാരിങ്ങ് പറന്നെത്തും. വധശ്രമോ കേസ്. അത് മയക്കുമരുന്നിന്റെ ലഹരിയിലാന്നും കൂടെ മനസ്സിലാക്കിയ ജാമ്യമില്ലാത്ത കേസിൽ ശ്യാമ പിന്നെ അകത്താ. ഈ കേസിൽ CI സഹദേവനുള്ള താല്പര്യം നിനക്കറിയാലോ. ശ്യാമയുടെ പേര് വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും അത് മീഡിയ വലിയ ആഘോഷമാക്കും. പിന്നെ അവളുടെ ഭാവി എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അയാള്? അവക്കൊരു നല്ല ബന്ധം കിട്ടുമോ? എല്ലാ ലഹരി ഒടുങ്ങി യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ജീവനൊടുക്കാനേ കഴിയൂ പിന്നെ അവളെ കൊണ്ട്. ഞാൻ കത്രിക എടുത്ത് ശ്യാമയുടെ കയ്യിലേക്ക് കൊടുത്ത് അവളെ കൊണ്ട് കുത്തിച്ചെന്നാണോ സാറ് പറയുന്നേ? ഒരു തരത്തിൽ അങ്ങനെയും പറയാടോ. ഈ അപകടങ്ങളെ പറ്റി ആദ്യമേ ഞാൻ ഒരു മുന്നറിയിപ്പ് തന്നിരുന്നതാണോ? അവളുടെ മേളിലുള്ള നോട്ടവും ശ്രദ്ധയും ഒട്ടും കുറയാൻ പാടില്ലായിരുന്നു. ഓ, ആൺതുണയുടെ പ്രാധാന്യം അതിനെപ്പറ്റിയാണ് സാറിന്റെ ക്ലാസ് അല്ലേ? ശാരിയെ, എടോ, ഒരു പെൺകൂട്ടില്ലാന്നും പറഞ്ഞുകൊണ്ട് കാലും പിടിച്ച് ഇയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതല്ല ഞാൻ. കല്യാണം കഴിഞ്ഞെങ്കിലും മുമ്പ് ജീവിച്ചിരുന്നത് പോലെ ജീവിതം തുടർന്നു പോകുന്ന ഒരാളാ ഞാനെന്ന് ഇയാൾക്കറിയാലോ. പ്രത്യേകിച്ചൊരു സുഖമോ സന്തോഷമോ സമാധാനമോ ഒന്നും ഉണ്ടായിട്ടില്ല ജീവിതത്തില്. ഇവിടുത്തെ ചീഫ് സർജന്റെയും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒക്കെ കാല് പിടിച്ചിട്ടാ ഞാൻ ആ കേസൊന്ന് ഒഴിവാക്കിയത്. പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടിയാണെന്നും ഞാനൊരു കോളേജ് അധ്യാപകനുമാണെന്നും പരിഗണിച്ചാ അവരൽപ്പം മനസ്സലിവ് കാണിച്ചത്. അതെപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. പെണ്ണിന് ആൺതുണ കൂടിയേ കഴിയുന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ആണിന്റെ കാര്യവും. പെൺതുണ വേണോന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ അങ്ങനെ ജീവിക്കാൻ തീരുമാനം എടുക്കുന്നവർക്ക് അതിനുള്ള മനസ്സുറപ്പും ലോകവിവരവും അറിവൊക്കെ ഉണ്ടായെന്നു. അനിയത്തിയെ, ഇനിയെങ്കിലും സൂക്ഷിച്ചോ, അല്ലെങ്കിൽ അവൾ കൈവിട്ടു പോകും. പോലീസുകാരിങ്ങ് പറന്നെത്തും. വധശ്രമോ കേസ്. അത് മയക്കുമരുന്നിന്റെ ലഹരിയിലാന്നും കൂടെ മനസ്സിലാക്കിയ ജാമ്യമില്ലാത്ത കേസിൽ ശ്യാമ പിന്നെ അകത്താ. മോളെ, എന്താ കഞ്ഞി വേണോ നിങ്ങൾക്ക്? വേണ്ട. പിന്നെ മോളെന്തിനാ സാറിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അതൊരു പാവമല്ലേ? നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. പെണ്ണിന് ആൺതുണ കൂടിയേ കഴിയുന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ആണിന്റെ കാര്യവും. പെൺതുണ വേണോന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ അങ്ങനെ ജീവിക്കാൻ തീരുമാനം എടുക്കുന്നവർക്ക് അതിനുള്ള മനസ്സുറപ്പും ലോകവിവരവും അറിവൊക്കെ ഉണ്ടായെന്നു.
അമ്മേ. മോളെ, നീ എവിടെയാ? അതെ അമ്മേ. അമ്മേ, എന്താ ശബ്ദത്തിന്? ജലദോഷമാണോ? ഞാൻ അത് പറയാനാ മോളെ വിളിച്ചത്. എന്താ അമ്മേ? ഇന്നലെ ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. നിന്റെ വാ തുറക്കടി. വാ തുറക്കാൻ. തുറക്കാനാ ഞാൻ പറഞ്ഞത്. തുറക്കടി. നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി. എന്താ ഇവിടെ? അമ്മേ, അമ്മ എന്തായി പറയുന്നത്? സത്യം മോളെ. എന്നിട്ട് ഇപ്പോഴാണോ അമ്മ പറയുന്നത്? നിന്നെ കൂടി ഇത് പറഞ്ഞ് വിഷമിപ്പിച്ചിട്ട് എന്ത് വിശേഷമാടി? ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു. എന്നിട്ട് ഭാനുമതി അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? തലനാരയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം. ആന്തരിക അവയവങ്ങൾക്ക് തകരാറില്ല. കുറച്ച് ചോര പോയി. അല്ലെങ്കിൽ വലിയ ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നേനെ. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ആളായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല മോളെ. അവർക്കാണെങ്കിലും ജീവനഷ്ടം ഉണ്ടാകാതിരുന്നത് ദൈവഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോളെ, അവര് കയറി തടുത്തതുകൊണ്ടാ. ആ കുത്ത് ശാരിക്ക് കിട്ടിയിരുന്നെങ്കിലോ? ആ ഡോക്ടർ പറഞ്ഞതുപോലെയൊന്നും അല്ല മോളെ. ശ്യാമയ്ക്ക് ഇനി ഇതിൽ നിന്ന് മോചനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ വീട്ടില് ചോര വീണു. ഇതൊരു തുടക്കമായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരാൾക്ക് ആപത്തുണ്ടാകാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. അതിലും ഭേദം കുറച്ച് വിഷം അവക്ക് കലക്കി കൊടുത്തിട്ട് ഞാനും ചാവുന്നതാ. സത്യം മോളെ പറഞ്ഞത്. ഇനി അമ്മയ്ക്ക് മുന്നിൽ അത് മാത്രമേ വഴിയുള്ളൂ. ഞാനൊന്നും. ശ്യാമ ഇപ്പൊ എവിടെയുണ്ട്? അവിടെ ഉണ്ടോ? അതല്ലേ രസം. ഞങ്ങളൊക്കെ ഇന്നലെ രാത്രി മുഴുവൻ ആശുപത്രി ഉറക്കമൊളിച്ചു. കുറ്റബോധം കൊണ്ട് ശ്യാമ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്ന് പേടിച്ചിട്ടേ ഞാൻ രാജി ഇവിടെ കൂട്ടിനിരുത്തിയതാ. അവള് സുഖമായി ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങി. ഞങ്ങൾ വരുന്നതിന് മുമ്പേ ബാഗ് എടുത്ത് കോളേജിലേക്കെന്നും പറഞ്ഞിറങ്ങി. അപ്പോ അവള് കോളേജിലുണ്ട്. കോളേജിലേക്കെന്നും പറഞ്ഞ അമ്മ ഫോൺ വെച്ചോ? മോളെ ശാലിനി, ഇടി. ഇനി എന്താ പ്ലാൻ? നാട്ടിലേക്കൊന്ന് പോകണം. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തണം. പിന്നെ വീട് ഒരുക്കണം. രോഹിത്, ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം വിജയത്തിലെത്തി. പക്ഷേ ഒരു അപകടം പിടിച്ച പെണ്ണാ സുസ്മിത. അവൾ ഏത് സമയത്ത് എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഈ വിവാഹത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. ഒരുപക്ഷെ രോഹിത്തിന്റെ ജീവൻ എടുക്കാൻ വരെ അവൾ മുതിർന്നേക്കും. അതെന്നേക്കാൾ ഭംഗിയായി വേറെ ആർക്കും അറിയാവുന്നത് ബ്രോ. ജീവൻ പണയം വെച്ചാ ഞാൻ ഈ കളിക്കിറങ്ങിയത്. അവൾക്ക് പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: മരിക്കാതിരിക്കുക. എന്നെ തോൽപ്പിക്കാൻ സുസ്മിതയ്ക്കുള്ള ഒരേ ഒരു വഴി എന്നെ കൊല്ലുക എന്നുള്ളതാ. എൻ്റെ തോൽവി അതെൻ്റേത് മാത്രമല്ല, എൻ്റെ അമ്മയുടെ, മരിച്ചുപോയ അച്ഛൻ്റെ ഒക്കെ തോൽവിയാവും. ബ്രോയുടെ വീട്ടിലെത്തിയിട്ട് പോലും ഒരു വട്ടം അവളെൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചതാ. അച്ഛൻ്റെ ആത്മാവ് കാവലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഈ ബാധ ഒഴിപ്പിച്ച ആണി ആൽമരത്തിൽ തറയ്ക്കുന്ന പോലെയാ സുസ്മിതയുടെ കാര്യം. കല്യാണം കൊണ്ടൊരു പരിധി വരെ അവൾ അടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അടങ്ങും ബ്രോ, അടങ്ങിയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മളെല്ലാം വിഡ്ഢികളാണെന്ന് വരില്ലേ? തുടർന്നും ഞങ്ങളുടെ എല്ലാവിധ പിന്തുണ ഇയാൾക്കുണ്ടാവും. എന്നാ അയാൾ വിട്ടോ. പോട്ടെ ബ്രോ. പോയിട്ട് വരാന്ന് പറയടോ.
ശരി, പോയിട്ട് വരാം. ആ ശാലിനി, എടോ അവിടേക്കോ? താൻ ഒറ്റയ്ക്കോ? അതൊന്നും സാരമില്ല. ഞാനിപ്പോ പോയില്ലെങ്കിൽ അവളെ കൈയോടെ പിടികൂടാൻ പറ്റില്ല. എടോ എടോ താൻ വിചാരിക്കുന്ന പോലെയല്ല. വലിയ അപകടം പിടിച്ച സ്ഥലം അത്. ലഹരി തലയ്ക്ക് പിടിച്ച ചെന്നായ്ക്കൾ അഴിഞ്ഞിടുന്ന സ്ഥലം. എടോ ഞാൻ ഹലോ ഹലോ ശ്ശ്. 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 മനു, ഇത് വേദനിക്കില്ലേ? ഒരു ഉറുമ്പ് കടിച്ച പോലെ. ഈ കിക്ക് വെച്ച് നോക്കുമ്പോ ആ വേദനയൊന്നും ഒരു വേദന അല്ലടി. എന്നാലും ഇത് തന്നെ സേഫ്. നേരിട്ട് ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്താ ഒരു പോലീസ് ചെക്കപ്പിലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അല്ല, നിന്റെ ബാഗിൽ നിന്ന് വീട്ടുകാരോ ടീച്ചേഴ്സോ എന്ത് തപ്പിയെടുക്കുമെന്നാ? അത് കൊള്ളാലോ. അവക്കൂടെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കടാ. ചെല്ല്. ഏയ് വേണ്ട. സാരമില്ലെന്നേ. ആദ്യമേ ഈ പേടിയൊക്കെ ഉണ്ടാവും. അല്ല വേണ്ട. പേടിക്കണടി, ഞാനല്ലേ പറയുന്നേ. നല്ല വേദന എടുക്കില്ലേ മനു? ഇല്ലെന്നേ. നീ നിന്റെ കൈ നീട്ട്. ചെയ്തോട്. നിന്റെ കൈ ഇങ്ങ് നീട്ട്. മനു, നിന്നെ വിശ്വസിച്ചാ ഞാൻ. കുഴപ്പമില്ലെന്നേ.